വാർത്തകൾ വിശദമായി. ജനങ്ങൾ തെരഞ്ഞെടുത്ത കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിലാണ് ബിജെപിയും ആർഎസ്എസും. കേരള ജനതയുടെ ജനാധിപത്യ അവകാശവും ആത്മബോധവും സംരക്ഷിക്കാൻ അതിവിപുലമായ ക്യാമ്പയിൻ പീപ്പിൾ സംഘടിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി സപ്പോർട്ട് ഡെമോക്രസി എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ ഏവർക്കും പങ്കുചേരാം. ജനങ്ങൾ തെരഞ്ഞെടുത്ത കേരള സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിലാണ് ബിജെപിയും ആർഎസ്എസും. ആർഎസ്എസിന്റെയും ബിജെപിയുടെയും നീക്കത്തിന് പിന്തുണയുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തി കഴിഞ്ഞു. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ആദ്യം രംഗത്തെത്തിയത് ആർഎസ്എസ് നേതാവ് ദത്താത്രേയ ഹൊസബലെയാണ്. I have said in month of February and March, we have requested the President of India and the Home Minister, and we are happy that the Home Minister talked to the State Chief Minister recently, and also the Governor of the state summoned the Chief Minister, and after that they took some steps to approach RSS office bearers. കേരള മന്ത്രിസഭയെ പിരിച്ചുവിടുന്നതിന് കളമൊരുക്കാനായി സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്ന പ്രചരണം ദേശീയതലത്തിൽ കേന്ദ്ര ഭരണകക്ഷി ആരംഭിച്ചു കഴിഞ്ഞു. That an environment of violence is not perpetuated in any state. Anywhere in the country, in any other state, even if a solitary incident takes place, everybody in one voice condemns it. And an effort is made to make sure that such incidents are not repeated. This kind of a violence will neither suppress the ideology in the state of Kerala, nor is it going to scare our workers and cadres. കേരളത്തിൽ കുപ്രസിദ്ധമായ 356 വകുപ്പ് പ്രയോഗിച്ച് മന്ത്രിസഭയെ പിരിച്ചുവിടാനുള്ള അണിയറ നീക്കങ്ങൾ ആരംഭിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. കേരള ജനതയ്ക്ക് മുന്നിൽ പീപ്പിൾ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. നിങ്ങൾ അട്ടിമറി നീക്കത്തിനൊപ്പമോ ജനാധിപത്യത്തിന്റെ കൂടെയോ? ജനാധിപത്യം സംരക്ഷിക്കാൻ പീപ്പിൾ ആരംഭിക്കുന്ന ക്യാമ്പയിനിൽ പങ്കുചേരൂ. അഭിപ്രായം രേഖപ്പെടുത്തി സപ്പോർട്ട് ഡെമോക്രസി എന്ന ഹാഷ്ടാഗ് ക്യാമ്പിനൊപ്പം ചേരൂ. ന്യൂസ് ഡെസ്ക്. വാർത്തകൾ തുടരുന്നു. ആർഎസ്എസ് നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് കേരളത്തിന്റെ മറുപടി. ദേശീയ മാധ്യമങ്ങളുടെ ദില്ലി എഡിഷനിൽ നൽകിയ പരസ്യത്തിലൂടെയാണ് കേരളം വാദമുഖങ്ങൾ നിരത്തുന്നത്. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയെന്ന ഉന്നതരുടെ സാക്ഷ്യവും പരസ്യത്തിലൂടെ കേരളം നിരത്തുന്നു. രാഷ്ട്രീയ പകപോക്കലിനായി ബിജെപി ആർഎസ്എസ് നേതൃത്വം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും ഉപയോഗിക്കുന്നു. സംസ്ഥാനത്ത് ബിജെപിക്കെതിരെ നടന്ന ആക്രമണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാനത്ത് തെളിവെടുപ്പ് നടത്തും. അതേസമയം ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് നൽകാൻ പോലീസ് മേധാവിയോട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. മെഡിക്കൽ കോളേജ് കോഴ അഴിമതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരായി മൊഴി നൽകാൻ കുമ്മനം രാജശേഖരന് വിജിലൻസിന്റെ നോട്ടീസ്. കോഴയിൽ ഇടനിലക്കാരനായ സതീഷ് നായരോടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 2 ആഴ്ച കഴിഞ്ഞേ തനിക്ക് ഹാജരാകാൻ സാധിക്കുകയുള്ളൂ എന്ന കുമ്മനം വിജിലൻസിനെ അറിയിച്ചു. എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയ ബിജെപി നേതാക്കളായ കെ പി ശ്രീശനും എ കെ നസീറും നാളെ വിജിലൻസിന് മുന്നിൽ മൊഴി നൽകാനെത്തും. മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ബിജെപി തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ഇതിൽ കൃത്യമായ നടപടി സർക്കാർ സ്വീകരിച്ചു. ബിജെപിയുടെ മെഡിക്കൽ കോളേജിൽ സിബിഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ കോളേജിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതായും ദേശീയ ഏജൻസിയുടെ അന്വേഷണം വേണോ എന്നത് അന്വേഷണ ഘട്ടത്തിൽ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. കാസർഗോഡ് പാണത്തൂരിൽ കാണാതായ 4 വയസ്സുകാരി സനയുടെ തിരോധാനം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. വെള്ളരിക്കുണ്ട് സിഐയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഓഗസ്റ്റ് 3 മുതലാണ് കുട്ടിയെ കാണാതായത്.